എല്ലാം നേരത്തെയും കൈവിട്ടു പോയതുകൊണ്ട് ഈശ്വരന്റെ വിളി വരുമ്പോ ധൈര്യമായിട്ടങ്ങ് പോവാം. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ മടി കാണുവേ. എന്തുവാടോ പിള്ളേ? മോനെ, ഈ പിള്ളേ ദാ ഇവര് വന്നപ്പം പോലുള്ള കരച്ചിലായി കരയുന്നേ. ഞാൻ കുറെ സമാധാനിപ്പിക്കാൻ നോക്കിയതാ, പിന്നെ അങ്ങ് നിർത്തി. അല്ലെങ്കിൽ പിന്നെ എന്നെ കൂടെ കരയിക്കുന്നോ? ഞാൻ ഒരാള് കഴിച്ചു പിടിച്ചിരിക്കുക. ഇപ്പോഴും ഇരിക്കുക. സങ്കടമൊക്കെ ഉണ്ടടാ, പക്ഷേ കരയാനൊരു മടി. നമ്മളിപ്പം ഇത് കുറെ ദിവസമായിട്ട് പ്രതീക്ഷിക്കുന്ന ചടങ്ങല്ലേ. മനസ്സിനെ പറഞ്ഞ് പദം വരുത്തിയിരിക്കുക. അച്ഛനെ പറയുന്നില്ല, എന്റെ നെഞ്ചിലേക്ക് വന്ന് തറയ്ക്കുന്നേ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ദാ കിട്ടി സത്യമേ. ഇപ്പോഴാ സമാധാനമായത്. എന്ന് വെച്ച് നമ്മളതിന്റെ തോറ്റു കൊടുക്കൊന്നുമില്ല. ഇത്രയില്ലെങ്കിലും ഇതിന്റെ ഒപ്പം വരെ ഒന്ന് വീട് എടുക്കും. അതെ, വീടടച്ച് സീൽ ചെയ്യാൻ പോവാ. ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ജഡ്ജി ഒരു ചോദ്യം ചോദിക്കും. അവസാനം ആഗ്രഹം എന്താണ്? അതുപോലെ അങ്ങ് ചോദിക്കുവാണേ. കുറെ ഉണ്ടുറങ്ങിയ വീടല്ലേ, ഒന്നുകൂടി കയറി കാണണമെന്നോ അല്ലെ തൂണിലും തുരുമ്പിലും ഒക്കെ പിടിച്ച് കരയണമെന്നോ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിലേ ഒരു 5 മിനിറ്റ് സമയം തരാം. അതെ, അതിനുള്ളിൽ കരഞ്ഞങ്ങ് തീർത്തോണം. പിന്നെ ഈ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങാണ്. അതാണ് ഈ വീടിന്റെ ഒരു ക്ലൈമാക്സ്. ചന്ദ്രബോസേ, ചത്താലും തീരില്ലടാ നിന്റെ ഈ തരം താഴ്ന്ന സ്വഭാവം. ഒരു കുടുംബ പെരുവഴിയിലിറങ്ങി നിൽക്കുന്നേ, മാനസികമായിട്ട് മുറിവേറ്റ് നിൽക്കുന്നവരുടെ മുറിവില് വീണ്ടും വീണ്ടും കുത്തി നോവിക്ക. ഇതിൽ നിന്ന് എന്തു സുഖമാടാ നിനക്ക് കിട്ടുന്നേ? ഇതെന്റെ ഒരു വാശിയാടാ. നിന്നെയും കുടുംബത്തെയും ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാന്നുള്ളത് ഞാൻ എന്റെ സുസ്മിതയ്ക്ക് കൊടുത്ത വാക്കാടാ. അതാടാ ഞാൻ പാലിക്കുന്നേ. പക്ഷേ ഈ രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ ബോസേ. ഓ, ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലായിരിക്കും, നീ ഗോളും അടിക്കും. പക്ഷേ തിരിച്ചെണ്ണം പറഞ്ഞ് നിന്നെ കൊണ്ട് പറയിച്ച് തിരിച്ചടിക്കും വിഷ്ണു. ഇത് നീ മനസ്സിൽ കുറിച്ചിട്ടോ. എടാ കൊച്ചനെ, ഇനി ഇതിനൊന്നും നിനക്ക് നേരം കാണുന്നില്ലടാ. നീ ഇതുവരെ പഠിച്ചതൊന്നും അല്ല ജീവിതം.
നീ ഇനി പഠിക്കാൻ പോകുന്നതാണ് യഥാർത്ഥ ജീവിതം. എടാ വിഷ്ണു, നീ ഇത്രയും നാൾ ഈ അമ്മ മകനായിട്ട് കാള കളിച്ച് കിടന്നപ്പോ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം പെട്ടെന്ന് തലയിലേക്ക് കയറുമെന്ന് നീ ഓർത്തില്ലല്ലേ? നിനക്കിനി നല്ല സമയടാ. വാടക വീട് കണ്ടുപിടിക്കണം, അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ നിന്റെ കുത്തുകൊണ്ട് കിടക്കുന്ന ഭാര്യയുടെ വിശേഷങ്ങൾ തിരക്കണം. അവിടെ ചെലവിന് കൊടുക്കണം, ഇവിടെ ചെലവിനുള്ള വക ഉണ്ടാക്കണം. അങ്ങനെ മൊത്തം തലയ്ക്ക് വട്ടുകയറി കിടക്കുന്ന നിനക്ക് പിന്നെ എപ്പോഴാടാ എന്നോട് പ്രതികാരം വീട്ടാൻ സമയം? നീ പെട്ടു. അതെ, നിന്നെ ഞങ്ങളങ്ങ് പെടുത്തി. എടാ, 10 രൂപയ്ക്ക് നീ തെണ്ടുന്നത് എന്റെ കൺമുന്നിൽ കാണുകയും കൂടി ചെയ്താ എന്റെ ജന്മം സഫലമായി നീ അടിവരയിട്ട് പറയൂടാ. നിന്റെ ജന്മം സഫലമായെന്ന് നീ മാത്രമേ പറയൂ. കാരണം നിന്നെ ജനിപ്പിച്ചു പോയതിന്റെ പേരിൽ ശപിക്കുന്നൊരു അച്ഛനും അമ്മയും എനിക്കിപ്പോ എന്റെ മുന്നിൽ കാണാം. ആ ഒരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാം. അതിനിടയ്ക്ക് നിനക്ക് ചെയ്യാവുന്ന ക്രൂരതകൾ മുഴുവൻ നീ ചെയ്യേ. അതുവരെ സഹിക്കാൻ ഞാൻ തയ്യാറാ. രാഘവൻ നായരുടെ പേരിലുള്ള ഈ വീടും സ്ഥലവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി ചെയ്ത് സീല് വെച്ച് റവന്യൂ വകുപ്പിന്റെ സംരക്ഷണയിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതായി പ്രഖ്യാപിക്കുന്നു. അനധികൃതമായി ഇനി ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതും വൃക്ഷങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും കേടുപാടുകൾ വരുത്തുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. വരൂ. ഇനിയപ്പോ നമുക്ക് ഈ മണ്ണിനിക്കാൻ പോലും സ്ഥാനമില്ലല്ലേ? എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ സങ്കടപ്പെടുത്തുന്നത്? പിടിച്ചടക്കി നിൽക്കാൻ പറ്റത്തില്ലടോ. പോരെ സാറേ, മതി. മരണം വരെ ഇവിടെ ഉണ്ടാവണമെന്നും ഒരു മോഹം ഉണ്ടായിരുന്നു മനസ്സിൽ. ആ മോഹ ഇപ്പൊ അവരും അടച്ചുപൂട്ടിയത്. കഴിഞ്ഞോ? അമ്മേ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. എവിടേക്ക്? എവിടേക്കാ നീ ഞങ്ങളെ വിളിക്കുന്നത്? നിന്റെ അച്ഛൻ വീട്ടിലേക്കോ? സത്യഭാമ അതിന് കിട്ടില്ലടാ. നീ വേണമെങ്കിൽ നാണുങ്ങട്ട് അവിടെ പോയി കിടന്നോ. ഞാനും രാഘവേട്ടനും ഇല്ല.
ഞങ്ങൾക്കേ വീടേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ല. രാഘവേട്ട, വാ, നമുക്ക് പോവാം. ആ പിള്ളേ, ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, എല്ലാം നിങ്ങൾ എടുത്തോ. സത്യമേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ പിള്ളേ, ഈ ഭഗവാന്മാരെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. പിന്നെ അവിടെ കയ്യിലിരിക്കുന്ന ആ വിളക്കും. കാരണം ഇവരും കൂടെ എന്നെ കൈയൊഴിഞ്ഞ പിന്നെ എനിക്ക് പിന്നെ ഈ ഭൂമി പിടിച്ചു നിൽക്കാനാവില്ല. ഞങ്ങൾക്ക് പോകാനായിട്ടേ ഞാൻ വിളിച്ച വണ്ടിയാ. രാഘവേട്ട, അമ്മ ഇത് എവിടേക്കാ പോകുന്നേ? അതറിയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഇല്ല. ആദ്യം നീയേ ഒരു മകന്റെ കടമ നിർവഹിക്ക. പെറ്റമ്മയും ജന്മം തന്ന അച്ഛനെയും സ്വന്തം കാലിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കരുത്ത് നേടിയിട്ട് വാ. എന്നിട്ട് ഞങ്ങൾ വരാം. അതുവരെ ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നാലെ വരരുത് നീ. അതിനുള്ള അർഹത പോലും നിനക്കില്ല. രാഘവേട്ട, വാ. രാഘവേട്ട, വാ. വാ രാഘവേട്ട. പിള്ളേ, രാഘവേട്ടനെ കൊണ്ടുവാ. പൊന്നി, നീ വിളക്കം കൊണ്ടുവന്നേ. സാറേ, പറഞ്ഞേക്കവളോട് തൽക്കാലം ജയിച്ചു എന്ന്. ഓ, സാറേ, എന്നാ എന്തുവാടോ പിള്ളേ? എടോ പിള്ളേ, ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞേ ഇത് തന്നെ വഴക്ക് പറയത്തില്ലടോ. അല്ല, തിരക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് ഓടി പാഞ്ഞു വന്ന് തനിക്ക് ആ പണി ചെയ്യുകയും വേണ്ട. സന്തോഷമായില്ലടോ തനിക്ക്? സാറേ, അതെ, എനിക്ക് സന്തോഷമായിടോ. ഇനിയിപ്പം ഇതൊന്നും ചിന്തിച്ച് നടക്കണ്ടല്ലോ. ഇനിയിപ്പം ഈ വീടും പറമ്പ് നോക്കിയുള്ള നടപ്പും ആർക്കും വേണ്ട. എടോ പിള്ളേ, എടോ നമ്മളൊക്കെ തീർത്ത് സ്വതന്ത്രമായടോ. രാഘവേട്ട, രാഘവേട്ട, വാ രാഘവേട്ട. ഇനി പറച്ചിലും ചോദ്യമൊന്നുമില്ല. വാ. വിളിക്കരുത് നീ. വന്ന ഞങ്ങളെ രണ്ടുപേരെയും പിന്നെ നീ ജീവനോടെ കാണത്തില്ല. ജീവനോടെ വാങ്ങോട്ട്.
ആരാകട്ടെ. ഇതെല്ലാം നീ എടുക്കുന്നത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോടാ? ഇതിനൊരു രണ്ടാം ഭാഗം കൂടി ഉണ്ടെന്ന് സൂചിപ്പിച്ചേക്ക് അവളോട്. അതിൽ അഭിനയിക്കുന്നത് നീയും അവളുമായിരിക്കാം. സുസ്മിത. ചത്ത് മലച്ചു കിടക്കുന്ന അഭിനയം. അത് അഭിനയിക്കുകയല്ല, ജീവിതമാണെന്ന് നീയൊക്കെ മനസ്സിലാക്കുന്ന അങ്ങ് പരലോകത്ത് ചെന്നായിരിക്കും. കേട്ടത്തും ഞാൻ രണ്ടിനി വെള്ള പുതപ്പിച്ച് കുറെ നേരമായി നീ നിന്ന് ചൊറിയുന്നു. ദുഃഖക്കടലിൽ കിടക്കല്ലേ, ആ സങ്കടത്തിന്റെ കുത്തലാന്ന് കരുതി ഒന്ന് കണ്ണടച്ചപ്പോ പിന്നെ അവൻ നെഞ്ചത്തോട്ട് കഴിയണം. എന്നെ അവന് തീർക്കണോന്ന് എങ്കിൽ തീർക്കണ. ഈ യൂണിഫോമിനെ തൊട്ട ആ നിമിഷം നീ വിവരം പറയും. വേണ്ട, നിക്കട്ടെ. എടാ ബോസേ, അടങ്ങി നിൽക്കാൻ ഞാൻ. കാൽച്ചോട്ടിലെ മണ്ണ് മുഴുവൻ ഒഴിച്ചു പോയതുകൊണ്ട് പെരുവിരൽ താഴ്ത്തി തന്നെയാടാ നിൽക്കുന്നേ. പക്ഷെ ഇനിയും ചവിട്ടി താഴ്ത്താൻ വന്ന ഞാൻ അടക്കി മാറ്റി നിർത്തിയതെല്ലാം എനിക്ക് പുറത്തെടുക്കേണ്ടി വരും. ഏയ് ബോസേ വേണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീർത്തിട്ട് നമുക്കൊന്ന് കാണാം ചന്ദ്രബോസേ. നമ്മൾ തമ്മിലുള്ള സെക്കൻഡ് വാറ് നമുക്ക് അവിടെ തുടങ്ങാം. അതുവരെ നീ ഇപ്പോഴത്തെ വിജയം ഒന്ന് ആഘോഷിക്കേ. ശരി ഒന്നേ, നമുക്ക് തിരിച്ചു പിടിക്കാം.
അപ്പോ നമ്മൾ പ്രതീക്ഷിച്ചിടത്ത് തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു.